അടുത്ത അഞ്ചാമത്തെ സഭ, ഒന്ന് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര അല്ലേ? അടുത്ത സഭ ഏതാണ്? സർദീസ. അഞ്ചാമത്തെ സഭ സർദീസ. തുയതൈരയുടെ കാലം നമ്മൾ പഠിച്ചു. ആമേൻ. AD 607 മുതൽ AD 1517 വരെയുള്ള കാലഘട്ടങ്ങൾ തുയതൈര സഭ നിന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിനകത്ത് ആമേൻ കുറവുണ്ടായിരുന്നു, അനുമോദനമുണ്ടായിരുന്നു, മുന്നറിയിപ്പുണ്ടായിരുന്നു, പ്രബോധനമുണ്ടായിരുന്നു. ഇതെല്ലാം കർത്താവ് കൊടുത്ത കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇസബേൽ എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകിയെ സഭയിലേക്ക് അവര് പ്രവേശിക്കുവാനുള്ള അനുവാദം കൊടുത്തു. അതാണ് തുയതൈര സഭയിലൂടെ ഒരു വലിയ കുറവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം, നീ മടങ്ങി വരണമെന്ന് സഭയ്ക്ക് കർത്താവ് ശക്തമായ ദൂത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇല്ല എങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്നാണ് കർത്താവ് തക്കതായ താക്കീത് ആ സഭയ്ക്ക് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ വിഷമത്തിൽ കള്ളപ്രവാചകിയായിരുന്ന ഇസബേലിനെ സഭയ്ക്കകത്ത് കയറ്റിയതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഭ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത സഭ രംഗപ്രവേശനം ചെയ്യുന്നത്, സർദീസ് എന്ന് പറയുന്ന ദൈവസഭ. ആമേൻ. അതിൻ്റെ ആമേൻ വാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യമാണ്. കഴിഞ്ഞ 1-2 അധ്യായങ്ങൾ ചില സഭകളെ പറ്റിയും കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പറ്റിയൊക്കെ യോഹന്നാൻ കണ്ടത് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ആമേൻ. അടുത്ത 5-ാമത്തെ സഭ സർദീസ് സഭയാണ്. ആ സഭ മരിച്ച സഭയാണ്. മരിച്ച സഭ. ഹല്ലേലൂയ. മരണം, പക്ഷേ യഥാർത്ഥമായി മരിച്ചതല്ല. ആമേൻ. അവരുടെ പ്രവൃത്തി കൊണ്ട് മരണത്തിലേക്ക് പോയ സഭയാണ് സർദീസ് സഭ. അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 1517 മുതൽ 1750 വരെയുള്ള കാലഘട്ടമായിരുന്നു ഈ സഭ നിലനിന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് സഭ? സർദീസ്. സർദീസ് എന്ന് പറയുന്ന ആ സഭ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അതിൻ്റെ അടുത്ത ഭാഗമിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സർദീസ് ഒരു പുരാതന നഗരമായിരുന്നു. ഒരു പുരാതന നഗരം. ആമേൻ. ലിഡിയ അല്ലെങ്കിൽ ലുദിയ അല്ലെങ്കിൽ തുയതൈര, ആ പട്ടണത്തിന് അടുത്താണ് ഈ സർദീസ് പട്ടണവും നിലവും നിന്നിരുന്നത്. അല്ലെങ്കിൽ ലിഡിയായുടെ തലസ്ഥാനമായിരുന്നു ഏത്? ആമേൻ സ്തോത്രം, ഈ സർദീസ്. ഉയർന്ന പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മല പ്രദേശമായിരുന്നു ആമേൻ ഈ സർദീസ് എന്ന് പറയുന്ന പട്ടണം. അതുകൊണ്ട് അക്രമികൾക്കൊന്നും പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയത്തില്ല. നോക്കിക്കുക, വലിയ കോട്ടമതിൽ അതിനുണ്ട്. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ കാണും. വലിയ മതിൽ, ചൈനയുടെ വൻമതിൽ പോലുള്ള മതിലുകളാണ് ഈ സർദീസ് പട്ടണത്തെ ചുറ്റുമായിട്ട് ആമേൻ മറ്റുള്ള അക്രമികളിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരുന്നത് ഈ മതിലുകളായിരുന്നു. സ്തോത്രം. പക്ഷേ അവരഭിമാനം കൊണ്ടിരുന്നു, ഞങ്ങളെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല, ഞങ്ങളുടെ ഇടയിലേക്ക് മറ്റുള്ള സൈന്യങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല, ഞങ്ങൾ സ്ട്രോങ് ആണ്, ഞങ്ങൾ ശക്തിയുള്ളവരാണ് എന്ന് അഭിമാനിച്ച ഒരു സഭയും കൂടിയായിരുന്നു ഈ സർദീസ് സഭ എന്ന് പറയുന്നത്. സ്തോത്രം. വളരെ മനോഹരമായ രീതിയിൽ ആ സഭ ആ കാലങ്ങളിൽ പണിതപ്പെട്ടിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ക്രീസസ് എന്ന് പറയുന്ന ഒരു രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ രാജാവ് അന്നത്തെ കാലത്ത് ലോകത്തിലേക്കും വലിയ കോടീശ്വരനായിരുന്നു. ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് തന്നെ പറയാം അന്നത്തെ കാലത്ത്. ആര്? ഈ ക്രീസസ് എന്ന് പറയുന്ന ഈ രാജാവ്. ആമേ. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, സ്വർണങ്ങളും വെള്ളികളും കൊണ്ടുള്ള കോയിനൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രദേശം കൂടിയായിരുന്നു സർദീസ്. അതിൻ്റെ നദിയുടെ തീരത്ത് ചെന്നാൽ ആമേൻ ഈ സ്വർണത്തിൻ്റെ നിറത്തിലുള്ള മണലുകൾ ഇങ്ങനെ അലിയടിച്ച് നിന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സ്വർണത്തിൻ്റെ ധാരാളമുള്ള സ്തോത്രം ഉൽപ്പന്നങ്ങൾ, സ്വർണം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് ഈ സർദീസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സർദീസ് ഉന്നതമാകുന്ന ആമേൻ ഗംഭീരമാകുന്ന പ്രൗഢ ഗംഭീരത്തോടു കൂടി ഉയർന്നു വന്ന ഒരു പട്ടണമായിരുന്നു ഏത്? ഈ സർദീസിൽ. ആമേൻ. സർദീസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഒന്നിനും ആമേൻ വഴി മാറാൻ നിന്ന ഒരു പട്ടണം കൂടിയായിരുന്നു സർദീസ്. ആ സർദീസിലായിരുന്നു ഈ സഭയുണ്ടായിരുന്നത്. അവിടെയുള്ള വിശ്വാസികളും
ആമേൻ, ഈ ഉന്നതമാകുന്ന പദം അലങ്കരിച്ചിട്ടുള്ളവരായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇച്ചിരി ഉന്നതമാകുന്ന സ്ഥാനത്ത് അവർ നിന്നതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ വന്നിരുന്നുവെങ്കിലും ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു അഭിമാനം കൂടി ഇവർക്കുണ്ടായിരുന്നു. അതിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം ചില പ്രവൃത്തികൾ കൂടി ആ ദേശത്ത് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഈ പട്ടണത്തിൽ അവർ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അല്ല, ആ ഭാഗം വിട്ടെ, ആ ഭാഗം തന്നെ. ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ മതിലിന്റെ പുറത്തുകൂടെ ഒരു സൈന്യാധിപൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയപ്പോൾ തൻ്റെ തൊപ്പി താഴേക്ക് പോയി. ഈ മതിലിന്റെ താഴേക്ക് തൊപ്പി പോയി. സൈന്യം ഇത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇതിന്റെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ ലോക്ക് ചെയ്തിരിക്കുക. വലിയ മതിൽ, ഉന്നതമാകുന്ന മതിലാണുള്ളത്. സ്തോത്രം. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ വാതിൽ തുറക്കത്തുള്ളൂ. ഇവർ നോക്കിയപ്പോൾ തൊപ്പി താഴെ പോയി. തൊപ്പിയില്ലാതെ ഒരു സൈന്യാധിപൻ മതിലിന്റെ പുറത്ത് നിൽക്കുന്നു. ആമേൻ. പിറ്റേ ദിവസം അവർ വീണ്ടും സൈന്യങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഈ മനുഷ്യൻ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ മനസ്സിലായി താഴേക്ക് പോയ തൊപ്പി എങ്ങനെയാണ് എടുത്തത്. അങ്ങനെയെങ്കിൽ അകത്ത് കയറാനുള്ള വാതിൽ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കി സൈറസ് എന്ന് പറഞ്ഞ പേർഷ്യൻ രാജാവ് സൈന്യവുമായിട്ട് വന്ന് ആ മതിലിന്റെ സൈഡിലെല്ലാം പരതി നോക്കിയപ്പോൾ ഒരു സീക്രട്ട് വാതിൽ അവർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ഈ വാതിൽ വഴിയാണ് ഇറങ്ങി വന്ന് തൊപ്പി എടുത്തിട്ട് വീണ്ടും കടന്നുപോയി തൊപ്പി തലയിൽ വെച്ചത്. ആമേൻ. അവർ മനസ്സിലാക്കി ഇത് തന്നെ നല്ല സമയം, അതുകൊണ്ട് നമുക്ക് ഈ വാതിൽ പൊളിച്ചകത്തേക്ക് കയറാം എന്ന് വിചാരിച്ച് സൈറസും തൻ്റെ സൈന്യാധിപരെല്ലാം കൂടെ ചേർന്ന് ഈ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി. അപ്പോൾ ക്രീസസ് എന്ന് പറയുന്ന രാജാവ് ആമേൻ തനിക്കുള്ള ലഭിക്കപ്പെട്ട കൊട്ടാരത്തിനകത്ത് താൻ അലക്ഷ്യനായിട്ട് ആമേൻ ശ്രദ്ധയില്ലാതെ താൻ വിശ്രമിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സൈറസ് രാജാവും കൂട്ടരും ചെന്ന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ഈ പട്ടണത്തെ അവർ പിടിച്ചെടുത്തു. അപ്പോൾ ആമേൻ ഇവര് ഉണരാതിരുന്നത് കൊണ്ട്, ഇവരെഴുന്നേറ്റിരിക്കാത്തത് കൊണ്ട് ഈ സഭയുൾപ്പെടെ തകരപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ മരിച്ചവനാണ്, നീ ജീവൻ ഉള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ ആരാണ്? നീ മരിച്ചവനാ. നിനക്കെല്ലാം ഉണ്ടെന്ന് നിനക്കൊരു അഭിമാനമുണ്ട്. നീ ഉയർച്ചയുടെ ഉത്തുംഗ ശൃംഗത്തിലാണ് ഇരിക്കുന്നതെന്ന് നിനക്ക് നിന്നെ തന്നെ ഒരു അഭിമാനമുണ്ട്. പക്ഷേ നീ ഉണർന്നില്ല എങ്കിൽ കള്ളന്മാർ തന്നെ നിന്നെ വകവരുത്തുമെന്ന് നീ തിരിച്ചറിയണമെന്ന് ഒരു ദൂതാണ് ദൈവം ഈ സർവീസ് സഭയ്ക്ക് കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മോടും കർത്താവിന് ഒരു ദൂത് പറയാനുള്ളത്, നീ ഉറങ്ങിപ്പോകരുത്. നീ ഉറങ്ങിയാൽ നിനക്കുള്ള നന്മ ദുഷ്ടൻ അപഹരിച്ചു കൊണ്ടുപോകും. ഉണർന്നിരിക്കാൻ കഴിയണം. നമ്മളും പലപ്പോഴും ചിന്തിക്കും, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, എനിക്ക് നല്ല വീടുകളുണ്ട്, എനിക്ക് വാഹനങ്ങളുണ്ട്, എനിക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ അത് ആ മരണത്തിന്റെ അവസ്ഥയാണ്, മരിച്ച അവസ്ഥയാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ഉണർന്നിരുന്നാൽ, പ്രാർത്ഥനയുള്ളവരായി ആരാധനയുള്ളവരായിരുന്നാൽ ഒരു ശക്തികളും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായിട്ട് ഈ സർദീസ് സഭ നമ്മെ പഠിപ്പിക്കുക. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ അതിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചേ. സ്തോത്രം. സർദിസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടോ എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ
എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതാണ് സർദീസ് സഭയ്ക്ക് കൊടുക്കുന്ന ആമേൻ ശക്തമായ ദൂത് എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഉണർന്നിരിക്കണം, നീ ഉറങ്ങിപ്പോകരുത്, നീ ഉണർന്നിരിക്കണം, ശത്രു നിന്നെ തൊടാതിരിക്കേണ്ടതിന്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഹല്ലേലൂയ, ഉടുപ്പ് മലിനമാകാത്ത ഒരു കൂട്ടർ സർദീസിൽ നിനക്കുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, എല്ലാ കാലത്തും എല്ലായിടത്തും ഒരു ശേഷിപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഉന്നതന്മാരെന്ന് പറഞ്ഞ സ്ഥാനത്തും ഉടുപ്പ് മലിനമാക്കാതെ സൂക്ഷിച്ച ഒരു വിശുദ്ധന്മാരുടെ സംഘം ഈ സർദീസിലും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, അല്ലെങ്കിൽ നമുക്കറിയാം എവിടം മുതലാണ് സഭ തെറ്റി തുടങ്ങിയത്? സഭ തെറ്റി തുടങ്ങിയത് ഏത് സഭ മുതലാ? ഇങ്ങനെ വേണം പഠിക്കാൻ. സ്തോത്രം. വിജി ബ്രദറെ, ഉറക്കമാണോ? എവിടെ മുതലാ? ഏത് സഭ മുതലാ? സ്തോത്രം. എഫെസോസ് സഭയാണോ? സ്മുർന്നയാണോ? സ്തോത്രം. പാസ് പ്രസംഗിച്ചൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല. എങ്ങനെങ്കിലും ഒരു മണി വരെ പാസ് തയ്ക്കുക. പഠിച്ചു പോലുമില്ല, കിടക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. പെർഗമോസ് അല്ലേ? ഏത് ചക്രവർത്തിയാ വന്നത്? അതൊക്കെ നമ്മൾ പഠിച്ചതാ. അവിടെ മുതലാ സഭ തെറ്റിയത്. അവിടെ മുതൽ അതുവരെയും എന്തായിരുന്നു? സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സഭയായിരുന്നു, അല്ലേ? പക്ഷേ സഭ മാറ്റം വരുന്നത് 3-ാം നൂറ്റാണ്ട് മുതലൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ കോൺസ്റ്റന്റൈയുടെ വരവോടുകൂടി സഭയെ മതവൽക്കരിച്ച് അവരുടെ ബാബിലോണിലുള്ള ചില അനാചാരങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഹല്ലേലൂയ മറിയെ ആരാധിക്കാൻ തുടങ്ങി, വിഗ്രഹത്തെ വെക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സഭയിലേക്ക് ഈ ചക്രവർത്തി മുഖാന്തരം ഹല്ലേലൂയ കൊണ്ടുവന്നു. അവിടെ മുതൽ സഭ അലങ്കോലപ്പെടുകയാണ്. കർത്താവ് ഉദ്ദേശിച്ച ദൗത്യം നഷ്ടപ്പെടുകയാണ്. മറന്നു കളയരുത് ഇനി കേട്ടോ. കോൺസ്റ്റന്റൈയുടെ വരവോടുകൂടി സ്തോത്രം സഭയ്ക്ക് വ്യത്യാസം സംഭവിച്ചു. അനാചാരങ്ങൾ സഭയിലേക്ക് കയറി. അതുവരെ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിലുള്ള ആരാധനയായിരുന്നു നിലനിന്നിരുന്നത്. അതിന് കോട്ട സംഭവിച്ചു. പിന്നീടുള്ള സഭകളെ എല്ലാം പഠിക്കുമ്പോൾ അനാചാരങ്ങളുടെ വലിയ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ ശക്തിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു സമൂഹം ആ സഭകളിലെല്ലാം ഉണ്ടായിരുന്നു. അവരാ ദൈവസഭയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ പഠിക്കുന്ന സഭ 5-ാമത്തെ സഭയാണ് സർദീസ് സഭ. തുയതൈര സഭയിലൊക്കെ നിന്ന അനാചാരങ്ങൾ നമുക്കറിയാം. ഇസബേൽ എന്ന് പറയുന്ന പ്രവാചകിയെ സഭയ്ക്കകത്ത് അനുവദിച്ചു. സഭ പിശാചിന്റെ സിംഹാസനം ഉള്ളോടവെന്നും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പിശാച് അതിനകത്ത് കയറി സഭയെ തകർക്കാൻ പലരെയും കരങ്ങളിലെടുത്തു. സ്തോത്രം. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ദൈവം സർദീസ് സഭയിൽ എഴുന്നേൽപ്പിക്കുകയാണ്. അടുത്ത ഭാഗം എടുത്താട്ടെ. സർദീസ് സഭയിലെ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് മാർട്ടിൻ ലൂതർ. എത്ര പേര് മാർട്ടിൻ ലൂതറിനെ പറ്റി കേട്ടിട്ടുണ്ട്? ഉണ്ട്. ലൂതർ മിഷൻ സഭ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? സ്തോത്രം. മാർട്ടിൻ ലൂതർ ഇതൊരു നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ്. ആര്? മാർട്ടിൻ ലൂതർ. ഈ മാർട്ടിൻ ലൂതർ 1483 മുതൽ 1546 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് താൻ ജീവിച്ചിരുന്നത്. താൻ ഒരു ജർമ്മനിക്കാരനായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ 1500 അടുപ്പിച്ചാണ് താൻ സ്വത്രം ജനിക്കുകയും തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉടലെടുക്കുകയിടയായി തീർന്നത്. അപ്പോൾ അതിനുള്ള മുൻപോട്ടുള്ള ആ കാലഘട്ടങ്ങളിലെല്ലാം 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ സഭ പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടു.
ആമേൻ അനേകര് രക്തസാക്ഷിത്വം വഹിച്ചു. അത് മാത്രമല്ല, പിശാച് പലപ്പോഴും സഭയെ നയിച്ചുകൊണ്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെയൊക്കെ പോയ ഒരു കാലഘട്ടമായിരുന്നു സർദീസിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ലൂതറിന്റെ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ലൂതർ ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. താൻ ഒരു പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനും സർവകലാശാല അധ്യാപകനും സഭാ നവീകരണ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവും കൂടിയായിരുന്നു. ആരെ? ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭയുടെ ഒരു മേലാധികാരി, അല്ലെങ്കിൽ ഒരു പോപ്പായിട്ട് വേണം നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ എന്ന് പറഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അന്നത്തെ കാലത്ത് ഇദ്ദേഹം, ഈ മാർട്ടിൻ ലൂതർ നിന്നത്. ഈ ചില ചർച്ചകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിട്ടില്ല. ചില ഓഡിറ്റോറിയം, ക്രിസ്ത്യാനികളുടെ ഓഡിറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആരെ? ഹല്ലേലൂയ, സ്തോത്രം. ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തി. അതുവരെയും ബൈബിൾ വായിക്കുവാൻ ജനത്തിന് അധികാരം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, അന്നത്തെ പോപ്പുമാരും മെത്രാന്മാരും എല്ലാം കൂടി ജനത്തിൻ്റെ കയ്യിൽ നിന്നും ബൈബിൾ വാങ്ങിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വായിക്കണ്ട, ഞങ്ങൾ മാത്രം വായിച്ചിട്ട് അതിൻ്റെ സത്യമൊക്കെ നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് ജനത്തിന് ബൈബിൾ വായിക്കാനേ അവസരം കൊടുത്തില്ല. അതുകൊണ്ട് ഈ മെത്രാന്മാരെന്ത് പറയുന്നു അത് തന്നെ സത്യം, അത് തന്നെ അവർ അംഗീകരിക്കുന്നു. അന്ന് മുതലേ ബൈബിൾ വായിക്കാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഗ്രഹ ആരാധനയൊന്നും പള്ളിക്കകത്ത് വരത്തില്ലായിരുന്നു. യേശുവിൻ്റെ അമ്മ മേരി ആരാധിക്കുന്ന സമ്പ്രദായം വരത്തില്ലായിരുന്നു. പുണ്യവാളന്മാരെ വെച്ച് പൂജയൊന്നും പള്ളിക്കകത്ത് വരത്തില്ലായിരുന്നു. പക്ഷെ ബൈബിൾ വായിക്കാനുള്ള അധികാരം അവർക്കില്ലായിരുന്നു. പക്ഷെ സത്യസന്ധമായിട്ട് മാർട്ടിൻ ലൂതർ ഈ ബൈബിൾ വായിച്ചു. ആമേൻ. അദ്ദേഹം ഈ ബൈബിളിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലായി, ഇതിനകത്ത് ഒത്തിരി തെറ്റാണല്ലോ ആവർത്തിച്ചു കൊണ്ട് വരുന്നത്. കത്തോലിക്ക സഭ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്, തെറ്റായ കാര്യങ്ങളാണല്ലോ ഏറ്റെടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജർമ്മൻകാരനായിരിക്കുന്ന ഈ മാർട്ടിൻ ലൂതർ അരാമ്യ സ്തോത്രം ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരുന്ന ഈ ബൈബിൾ ഹല്ലേലൂയ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ശ്രദ്ധിക്കണം, മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? ജർമ്മൻ ഭാഷയിലേക്ക് ഗ്രീക്ക് ബൈബിൾ വിവർത്തനം ചെയ്തിട്ട് ഈ ബൈബിൾ എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിതെല്ലാവരും വായിക്കണം, നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മുടെ സഭ അനുഷ്ഠിച്ചു പോകുന്ന ഈ ആചാരങ്ങളും ഉപദേശങ്ങളൊക്കെ തെറ്റായ നടപടികൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞ് ആമേൻ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും പോപ്പുമാരുടെയും എല്ലാം ആമേൻ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് താൻ ഈ ബൈബിൾ അച്ചടിച്ച് ഇറക്കി ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്തു. ജനങ്ങളെല്ലാം ഈ ബൈബിള് വാങ്ങിക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതൽ ബൈബിൾ വായിച്ചു തുടങ്ങിയേ. അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, താൻ ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ. റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ പലതിനോടും ആമേൻ ഈ മാർട്ടിൻ ലൂതറിന് താല്പര്യമില്ലായിരുന്നു. ആമേൻ. ബൈബിളിന് നിരക്കാത്ത കാര്യമാണ് റോമാ സഭകൾ ചെയ്യുന്നതെന്ന് മാർട്ടിൻ ലൂതർ കണ്ടുപിടിക്കുകയും താൻ ബൈബിള് ആ ഭാഷയിൽ അച്ചടിച്ച് ഇറക്കുകയും ചെയ്ത്. ഏത് കാലഘട്ടങ്ങളിൽ? 1534 കാലഘട്ടങ്ങളിലാണ് ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് ഈ മാർട്ടിൻ ലൂതർ അച്ചടിച്ചിറക്കി. അടുത്ത ഭാഗം ഇട്ടാട്ടെ. എന്നിട്ട് താൻ അച്ചടിച്ചിറക്കിയിട്ട് താൻ ചില കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. താൻ ശുശ്രൂഷിച്ച സഭയാണ് വിറ്റൻബർഗ് ചർച്ച്. അതിൻ്റെ വാതിലാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ആമേൻ. താൻ ഒരു കാര്യം ചെയ്തു. താനും ഈ തന്നോട് കൂടെ നിന്ന അനുയായികളെല്ലാം കൂടി ആമേൻ ഈ റോമാ സഭയിൽ ബൈബിളിൽ ഇല്ലാത്ത ചില അനാചാരങ്ങളെ എഴുതിയിട്ടിട്ട് ഈ വാതിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാവരും വായിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. അങ്ങനെ 95 സംഗതികളാണ് ആമേൻ മാർട്ടിൻ ലൂതർ ഈ സഭയ്ക്ക് പുറത്ത് എഴുതി ഒട്ടിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹല്ലേലൂയ, ബൈബിളാണ് മതപരമായ എല്ലാ കാര്യങ്ങൾക്കും
ആധികാരികമായിട്ട് നിൽക്കുന്നത്. ആ ബൈബിളിനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ആരാധനയില്ല, നമുക്കൊരു പ്രസംഗമില്ല, നമുക്കൊരു പ്രാർത്ഥനയില്ല എന്ന് താൻ ഒന്നാമത്തെ പോയിന്റായിട്ട് എഴുതി വെച്ചു. 95 സംഗതികളും നമ്മളിന്ന് എഴുതി പഠിക്കാൻ പോയാൽ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ കുറിച്ചിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളാണ് ആരാധനയുടെ അടിസ്ഥാനമായ കാരണം. ഇത് വെച്ചായിരിക്കണം ഇനി ആരാധിക്കേണ്ടതെന്ന് ആര് പഠിപ്പിച്ചു? മാർട്ടിൻ ലൂതർ പഠിപ്പിച്ചു. വർഷങ്ങളായിട്ട് ബൈബിളിനെ മാറ്റി വെച്ചിട്ട് ജനം ആരാധിച്ചു പോരുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രമാണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. പണ്ട് പെർഗമോസ് സഭയിൽ ആമേൻ കൊണ്ടുവന്ന ആ അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആമേൻ മെത്രാമാരും പോപ്പുമാരൊക്കെ എങ്ങനെ സ്വീകരിച്ചോ അവരുടെ മാനുഷികമാകുന്ന നിലയിൽ സ്വീകരിച്ചതൊക്കെയാണ് പിന്നീടുള്ള വന്ന പോപ്പുമാരെല്ലാം അംഗീകരിച്ചത്. അതിന് പാരമ്പര്യം എന്നാ പറയുന്നത്. പാരമ്പര്യം. അപ്പൊ ഈ പാരമ്പര്യത്തെ വെച്ചാണ് ഇവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിന് പ്രസക്തിയില്ല. ഇന്ന് നമ്മുടെ ജെറാൾഡ് വരേണ്ടതായിരുന്നു, അതിനെന്തോ പ്രശ്നം ഉണ്ടായി, അതായിരിക്കും വരാത്തത്. സ്തോത്രം. അപ്പൊ ഞാൻ പറയുന്നത് അത് ആ പാരമ്പര്യം നിലനിന്നിരുന്നു. ബൈബിളിന് യാതൊരു പ്രസക്തിയും ഇല്ല. ഇത് ബൈബിൾ വായിച്ചപ്പോൾ ആർക്ക് മനസ്സിലായി? സെക്രട്ടറിച്ച മാർട്ടിൻ ലൂതർ. ഇനി നമ്മൾ തർക്കിക്കുമ്പോൾ ഇതൊക്കെ തർക്കിക്കണ്ട, നമ്മൾ പറയുമ്പോൾ കൂട്ടുകാരോട് ഇതൊക്കെ അങ്ങ് പറഞ്ഞോണം. ഈ നഷ്ടപ്പെട്ടു പോയ ആ തിരിച്ച് ബൈബിളിൻ്റെ ആ പ്രവർത്തനവും ആ വായനയൊക്കെ കൊണ്ടുവന്നത് മാർട്ടിൻ ലൂതർ ആണെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ശരിക്കും നിങ്ങൾ ഗ്രഹിച്ചിട്ട് വേണം അത് മറ്റുള്ളവരോട് പറയുവാൻ. സ്തോത്രം. അപ്പം മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? നാം തെറ്റായ ചില ആചാരങ്ങൾ എന്താണെന്നുള്ള വിവരം പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചു. വിശ്വാസികൾ രാവിലെ വന്നപ്പോൾ ഇതെല്ലാം അങ്ങ് വായിച്ചു. അപ്പം മാർട്ടിൻ ലൂതറിനോട് കൂടുന്ന ആൾക്കാരുണ്ട്, കൂടാത്ത ആൾക്കാരുണ്ട്. അത് എവിടെ ഉണ്ടല്ലോ, 2 വിഭാഗം എപ്പോഴും ഉണ്ട്. അപ്പം ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗക്കാരെല്ലാം കൂടെ മാർട്ടിൻ ലൂതറിന്റെ കൂടെ അങ്ങ് കൂടി. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, താൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞത്, നീതീകരണം. അപ്പൊ സഭ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ അവന് കർമ്മപ്രവൃത്തികൾ ഉണ്ടാകണം. കർമ്മം ചെയ്തെങ്കിലേ അവൻ നീതിമാനായി മാറ്റപ്പെടുകയുള്ളൂ, നീതീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഏത് കർമ്മപ്രവൃത്തിയും ഒരു മനുഷ്യൻ ചെയ്തിരിക്കണമെന്ന് പാരമ്പര്യ സഭകൾ പഠിപ്പിച്ചിരിക്കുമ്പോൾ മാർട്ടിൻ ലൂതർ റോമാലേഖനം മുഴുവനായി പഠിച്ചപ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസത്താലാണ് ഒരു മനുഷ്യന് നീതീകരണം സംഭവിക്കുന്നത്. വിശ്വാസത്താൽ മാത്രമേ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടത്തുള്ളൂ. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ എഴുതി വെച്ചു, കർമ്മപ്രവൃത്തികളല്ല ഒരു മനുഷ്യൻ നീതിമാനായി തീരുന്നത് അവന്റെ വിശ്വാസത്തിലാണ്. ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെയാണ് നീതീകരണം സംഭവിക്കുന്നതെന്ന് തൻ്റെ വായനയിലൂടെ തനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അത് താൻ എന്ത് ചെയ്തു? എഴുതി വെച്ചു. അപ്പൊ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടാൻ കർമ്മപ്രവൃത്തികളോ ഒന്നും ചെയ്യണ്ട, നേർച്ച നേരണ്ട, ഉരുളണ്ട, മലകൾ ചവിട്ടി നടക്കണ്ട, ഇങ്ങനെയുള്ള കർമ്മ ആചാരങ്ങളൊന്നും ചെയ്യണ്ട എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു. നമ്മൾ ഈ വിശ്വാസത്തിലൂടെ ഈ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചാൽ മതി. ഞാൻ ആരായി തീർന്നു? നീതിമാനായി മാറ്റപ്പെടുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ല. സങ്കീർത്തനത്തിൽ ദാവീദും പറയുന്നുണ്ട്, റോമാലേഖനത്തിൽ, എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ നീതീകരണം എന്നുള്ള പ്രക്രിയ വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നേടേണ്ടത്. അപ്പോൾ സഭ പഠിപ്പിച്ചത് എങ്ങനെയാ? കർമ്മപ്രവൃത്തിയിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടത്തുള്ളൂ. കത്തോലിക്ക സഭ അതാണ് പഠിപ്പിച്ചത്. അപ്പോൾ മാർട്ടിൻ ലൂതർ പറഞ്ഞു, അല്ല, അത് വിശ്വാസത്താലാണ് നീതീകരണം ഉണ്ടാകുന്നത് എന്ന് താൻ പഠിപ്പിച്ചു. അതെഴുതി അവിടെ തൂക്കിയിട്ടു. 3-ാമത്തെ കാര്യം, ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തികളെല്ലാം പുരോഹിത വർഗത്തിലുള്ള കുടുംബമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജെറാൾഡ് ബ്രദർ വന്നപ്പോഴും താനെ ഞാൻ ഈ വാക്യം പറഞ്ഞപ്പോൾ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇല്ല, അവിടുത്തെ സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പുരോഹിതന്മാർ മാത്രമേ ഉള്ളൂ പുരോഹിത കുടുംബത്തിലുള്ളത്, ബാക്കിയൊക്കെ വെറും ജനങ്ങളായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇവർ വിശ്വസിക്കുന്ന പോപ്പായിരിക്കുന്ന പത്രോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: വ്യർത്ഥവും അല്ല, നിങ്ങളോ പ്രിയമുള്ളവരെ, അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. കണ്ടോ? അപ്പോൾ പോപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം ആരാണ്? രാജകീയ പുരോഹിത വർഗത്തിലുള്ളവരാ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ മാർട്ടിൻ ലൂഥറിന് ഇത് മനസ്സിലായി കഴിഞ്ഞ പറഞ്ഞു ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെല്ലാം രാജകീയ പുരോഹിത കുടുംബത്തിലുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞില്ല, ഞങ്ങൾ മാത്രം ഫുൾ ലോഹ ഇട്ടിരിക്കുന്നതും അരക്കെട്ടിരിക്കുന്നതും ഞങ്ങൾ മാത്രമേ ഉള്ളൂ പുരോഹിതന്മാർ, നിങ്ങൾ ആരും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരല്ല എന്നാണ് അവർ സഭയെ പഠിപ്പിച്ചത്. അപ്പോൾ മാർട്ടിൻ ലൂഥർ എന്ത് ചെയ്തു? അത് തിരുത്തി കൊടുത്തു. അപ്പം അത് സത്യമായിരുന്നു. ആമേൻ. അതാണ് താൻ കൊണ്ടുവന്ന ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് താൻ എഴുതി വെച്ചത് പാപമോചന ചീട്ടാണ്. എന്ന് പറഞ്ഞാൽ കുംഭസാരം. അതിന്നും കത്തോലിക്ക പള്ളിയിലും യാക്കോപ്പള്ളിയിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഗ്ലാസ് കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പള്ളിക്കകത്ത്? എന്നിട്ടൊരു ചെറിയ ഒരു വെട്ട്, ഒരു ചെറിയ ഒരു ചെറിയ വെട്ടും കൂടെ കാണും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കണ്ടവരൊന്ന് കൈവയ്ക്കേ. പക്ഷെ എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. ആ കൂടെന്ന് പറയുന്നത് നമ്മുടെ പാപം പറയാനുള്ള കൂടാ. ആരോട്? മുഴുവനും പാപം ചെയ്തിരിക്കുന്ന ഈ അച്ഛനോട്. നമ്മളെക്കാളും പാപം ചെയ്തിട്ടാണ് ഇങ്ങാര് വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തോടാണ് നമ്മുടെ കുറ്റം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അതിന് പാപമോചന ചീട്ടെന്ന് പറയാറുണ്ട്. പാപമോചന ചീട്ട്. അപ്പോൾ ഈ പാപമോചന ചീട്ട് പൈസയ്ക്ക് വാങ്ങിക്കണം. ആമേൻ. പാപമോചന ചീട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ മനുഷ്യൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. ആ ചീട്ട് നല്ല വില കൊടുത്തെങ്കിലേ ഇത് പള്ളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് പള്ളിക്കൊരു വരുമാന മാർഗമാക്കി മാറ്റും. ഏതാ? പാപമോചന ചീട്ട്. ആമേൻ. അപ്പോൾ അങ്ങനൊരു ചീട്ടില്ല എന്ന് വേദപുസ്തകം മുഖാന്തരം മാർട്ടിൻ ലൂഥർ തെളിയിക്കുകയാണ്. ഒരച്ഛന്മാർക്കും ഒരു മെത്രാന്മാർക്കും ഒരു മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ കഴിയത്തില്ല. കഴിയുമോ? ഇല്ല. പിന്നെ എങ്ങനെ അവിടെ പോയി കുമ്പസാരിക്കുന്നത്? അപ്പം നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബിനൊരു പാപം ചെയ്തു, ഒരു മോഷണമാണ് നടത്തിയേ. അടുത്ത വീട്ടിൽ കയറി ഒരു 10,000 രൂപ മോഷ്ടിച്ചു. സഭയിലെ പാസ്റ്ററായ ഞാൻ അറിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വല്ല പുരോഹിതനായിട്ട് നിൽക്കുക, ഞാനേ കഴിഞ്ഞ ദിവസം 10,000 രൂപ ഇന്ന വീട്ടിൽ നിന്ന് മോഹിച്ചു. ഞാൻ പറഞ്ഞു, ഇനി മോചിക്കരുത്, ഞാൻ ഇത്ര രൂപ തന്നാൽ ഞാൻ ആ പാപം മോചിക്കാം. അപ്പം ഞാൻ ജോബിനോട് ഞാൻ ആ പാപം മോചിച്ചു തരാം, നീ എനിക്ക് ഇത്ര രൂപ തരണം. അപ്പം ഞാൻ പറയുന്ന തുക ജോബിന് എനിക്ക് തരുമ്പോൾ ഞാനൊരു ചീട്ടും കൂടെ അവൻ്റെ പേരിൽ എഴുതി കൊടുക്കും, ഇവൻ്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. ആരാ? ഷാജി പാസ്റ്റർ. സ്തോത്രം. അതാണ് വ്യവസ്ഥ അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. കുംഭസാരത്തിൽ കൂടി പാപത്തെ മാറ്റുവാൻ കഴിയും എന്നവര് വിശ്വസിച്ചു. വചനം പഠിക്കുമ്പോൾ യേശുവല്ലാതെ പാപത്തെ മോചിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. അപ്പോൾ ഇത് വചനത്തിന് എതിരായി നിൽക്കുന്നതാണ്. ഇത് തെറ്റായ കാര്യമാണ്. ഇത് പൈശാചികമാണ്. ഇത് വചനം പഠിച്ചപ്പോൾ മാർട്ടിൻ ലൂഥറിനാണ് ഈ ദർശനം ലഭിച്ചത്. അപ്പൊ ഈ അച്ഛന്മാര് കാണിക്കുന്നത് തെറ്റല്ലേ? കുമ്പസാര കൂടി കയറുന്നത് തെറ്റല്ലേ? ഒരു മദ്യപാനി എന്ന്, അച്ഛാ ഞാൻ ഇന്നലെ മദ്യപിച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വീട്ടിനകത്ത് ഷെൽഫിനകത്ത് 10 കുപ്പി അടുക്കി വെച്ചിരിക്കുക. മദ്യപിക്കുന്ന എത്ര അച്ഛന്മാരുണ്ടെന്ന് അറിയോ? എത്ര അച്ഛന്മാർ. ഇത് ആരെയും കുറ്റം പറയുന്നതല്ല, വചനത്തിന് നിരക്കാത്തതാണിത്. വടക്കേണ്ടി ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഈ CNI ചർച്ചിലൊക്കെ മീറ്റിംഗ് നടത്താൻ പോകും. അച്ഛൻ ഞങ്ങളോട് പരസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ആഘോഷിക്കുന്നുവെന്ന്. ഞങ്ങളെ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങളെ അച്ഛൻ്റെ റൂമിൽ വിളിച്ചിട്ട് പറയും, ആഘോഷിക്കുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ചോദിക്കും ഞങ്ങളോട്. അപ്പം ഞങ്ങൾക്കത് മനസ്സിലായില്ല. പറയും, കുപ്പി ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും വേണമെന്ന്. സത്യമായിട്ട് പറയുന്നതാണ്, കുപ്പി ഇരിപ്പുണ്ട്, ആർക്കെങ്കിലും. ഞങ്ങൾ ബീഹാറിൽ CNI ചർച്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ശരിക്കും മദ്യപിക്കുന്നയാളായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. നല്ല സൂപ്പർ സാധനങ്ങൾ മേടിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, ഇത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നവരാന്ന് പറഞ്ഞു. അപ്പം മിക്കവാറും അച്ഛന്മാരുടെ വീടുകളിലും കൊട്ടാരത്തിലുമൊക്കെ എന്തുണ്ട്? ഈ സംഭവമുണ്ട്. ആ അച്ഛനോട് ആ മദ്യപാനി എന്നിട്ട് പറയുന്നത്, അച്ചു ഞങ്ങൾ ഇന്നലെ മുഴുവനും മദ്യപിച്ചു, ആ കുറ്റം എന്നോട് ക്ഷമിക്കണമേ. അച്ഛൻ പ്രാർത്ഥിക്കുക ദൈവത്തോട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത് മാർട്ടിൻ ലൂഥർ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ദൈവവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് യേശുവിന് മാത്രമേ
സൗഖ്യം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. യേശു മാത്രമാണ് സൗഖ്യദായകൻ എന്ന മാർട്ടിൻ ലൂഥർ ശക്തമായി പഠിപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പം ഈ കാര്യങ്ങളൊക്കെ മാർട്ടിൻ ലൂഥറാണ് തിരിച്ച് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത്. അതാണ് ഇദ്ദേഹം നവീകരണത്തിൻ്റെ നേതാവെന്ന് മാർട്ടിൻ ലൂഥറിനെ കാണുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. ഇതുപോലെ തന്നെ 95 സംഗതികളാണ് താഴേക്ക് എഴുതി ഈ അനാചാരങ്ങളെല്ലാം എഴുതി കെട്ടിത്തൂക്കി ഇട്ടത്. സ്തോത്രം. ഇത് പലർക്കും അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇത് പാപമോചന ചീട്ട് ആ വാതക്കൽ ഇരുന്ന് എഴുതി കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. അന്നത്തെ സഭ അനാചാരമായിട്ട് ചെയ്ത, പാരമ്പര്യമായിട്ട് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയാണ്. സ്തോത്രം. അതിന് ദണ്ഡ് വിമോചന കച്ചവടം എന്ന് പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശിക്ഷയിൽ നിന്നുള്ള വിമോചന കച്ചവടം. അതൊരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു അവർ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ പാപമോചന ചീട്ട് അന്ന് കൊടുത്തിരുന്നു. അത് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുക സഭയിൽ. ആമേൻ. അതുകൊണ്ട് ഇത് ആർസിക്കാരെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഇത് ആമേൻ സഭയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടവരെല്ലാം അറിഞ്ഞു മാർട്ടിൻ ലൂഥർ ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നു. ഒരു പറ്റം വിശ്വാസികൾ ചെന്ന് മെത്രാനോട് പറഞ്ഞു, പോപ്പിനോട് പറഞ്ഞു. ഇവരെല്ലാം കൂടെ കൂടി ഒരു സുന്നക ദിവസം കൂടിയിട്ട് പറഞ്ഞു, മാർട്ടിനെ, നിങ്ങൾ എഴുതിയ ഈ 95 സംഗതികളിൽ 45 എണ്ണം പിൻവലിക്കണം. ഇല്ല എങ്കിൽ ഈ സഭയിൽ നിന്ന് നിങ്ങൾ ഭ്രഷ്ടനാക്കി തീർക്കും. ബാക്കി വേണം നമ്മൾ അംഗീകരിക്കാം. ഈ 45 കാര്യങ്ങൾ നിങ്ങൾ അത് തിരിച്ചെടുക്കണം, അതിന് നിങ്ങൾ ക്ഷമ പറയണം സഭയോട് എന്ന് പറഞ്ഞു. മാർട്ടിൻ ലൂഥർ പറഞ്ഞു, തല പോയാൽ ഞാൻ പറയത്തില്ല. ഞാൻ ബൈബിൾ വായിച്ചിട്ട് എഴുതി വെച്ച കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഞാൻ അത് മാറ്റത്തില്ല എന്ന് പറഞ്ഞു. ചില മാസങ്ങൾ തനിക്ക് കൊടുത്തു. തനിക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് സഭ ആമേൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു മാറ്റവും വരുത്തുവാൻ മാർട്ടിൻ ലൂഥർ തയ്യാറായില്ല. താൻ എടുത്ത തീരുമാനത്തിൽ താൻ ഉറച്ചു നിന്നു. സ്തോത്രം. എന്താ സംഭവിച്ചെന്നറിയാമോ? തന്നെ ആർസി സഭയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കി തീർത്തു. അവിടെ നിന്നും സഭ മുടക്കി. ആമേൻ. ഉടനെ ഹല്ലേലൂയ മാർട്ടിൻ ലൂഥർ തുടങ്ങിയ ഒരു പരിപാടിയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ നവീകരണം കൊണ്ടുവന്നത് മാർട്ടിൻ ലൂഥറാണ്. സ്തോത്രം. അപ്പം മനസ്സിലായി. ആ കൂടെ ലൂഥറൻ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്, മെതോഡിസ്റ്റ് ചർച്ച്, ഇതൊക്കെ ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ഈ സഭകൾ ഇന്നും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രസ്ഥാനം കൊണ്ടുവന്നെങ്കിലും മാർട്ടിൻ ലൂഥർ യഥാർത്ഥമായ ഒരു വേർപാടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ പെന്തക്കോസ് അനുഭവമായിട്ടത് മാറിയത്. അതിൽ നിന്നാണ് മർത്തോമ സഭ, CSI സഭ, CNI, CMS. ആദ്യത്തെ CMS ആണ് ഇപ്പോഴത്തെ CSI എന്ന് പറയുന്നത്. CMS പിന്നെ ഒറ്റ മിഷൻ അല്ലേ, ഒറ്റ മിഷൻ എന്നൊക്കെ പറയുന്നത്, ലണ്ടൻ മിഷൻ എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇതിൽ നിന്ന് ഈ മാർട്ടിൻ ലൂഥറിൽ നിന്ന് ആമേൻ പരിണമിച്ചുണ്ടായ ഈ സഭകളാണ്. അപ്പം CSI സഭ, പെന്തക്കോസ് സഭ, മർത്തോമ സഭ ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ പെടുന്ന സഭയായിട്ട് എണ്ണപ്പെട്ടു. ഇപ്പം മനസ്സിലായോ സഭയുടെ വരവ് എങ്ങനെയാണെന്ന്? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇത് പിരിയുവാനിടയായി തീർന്നത്. കാരണം ഈ കത്തോലിക്ക സഭയിലെ അനാചാരങ്ങളൊക്കെ തെറ്റാണെന്ന് അന്ന് ബോധ്യപ്പെട്ടത് മാർട്ടിൻ ലൂഥർ ആയതുകൊണ്ടാണ് താൻ അത് തല പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് താൻ ഈ 95 സംഗതികൾ സഭയുടെ മുമ്പിൽ എഴുതിയിട്ടത്. അത് മുഖാന്തരം എന്താ സംഭവിച്ചത്? വിറ്റൻബർഗ് പള്ളി, ഹല്ലേലൂയ, സ്തോത്രം, ഈ മാർട്ടിൻ ലൂഥറിന്റെ ചർച്ച് അഗ്നിക്കിരയാക്കി കളഞ്ഞു. അവർ കത്തിച്ചു കളഞ്ഞു. സ്തോത്രം. എങ്കിലും മാർട്ടിൻ ലൂഥർ പരാജയപ്പെട്ടില്ല. മാർട്ടിൻ ലൂഥർ ശക്തിക്ക് വേണ്ടി നിന്നു. അവിടെ മുതൽ ഒരു വലിയ രൂപാന്തരമായിരുന്നു സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. സ്തോത്രം. ഒരു വലിയ മാറ്റത്തിലേക്ക്, ആദിമ കാലഘട്ടങ്ങളിലേക്ക് ഒന്നുകൂടി കാല് വയ്ക്കുവാൻ തക്കവണ്ണം അവിടെ മുതൽ ഒരു പുരോഗതി, ഒരു നവീകരണം ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അത് അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയും കൂടിയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അതിനകത്തും സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം അന്നേരവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം മാർട്ടിൻ ലൂഥറിനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ പോലും ഹല്ലേലൂയ ഈ സർദീസ് സഭയ്ക്കകത്തും സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം
അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം നമുക്ക് മടങ്ങി വരാം. ഇനി തിരുവചനത്തിലേക്ക് വരാം. ഇത് മുഴുവൻ ചരിത്ര ഭാഗമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി തീർന്നത്. ആമേൻ. ദൈവസഭയോട് കർത്താവ് ഒരു കുറവ് പറഞ്ഞു. എന്താണ് ആ കുറവ്? അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യങ്ങൾ വായിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടോ എങ്കിലും. നോക്കിക്കേ, നിനക്ക് ജീവനുണ്ട്. സ്തോത്രം. നീ മുഴുവനൊന്നും മരിച്ചു പോയിട്ടില്ല, പക്ഷേ അല്പമൊക്കെ നിനക്ക് ജീവൻ ഉള്ളിലുണ്ട്. പക്ഷേ എങ്കിലും നീ ആരാണ്? മരിച്ചവനാ. ദൈവസഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ കുറവാണിത്. ആ കുറ്റം ദൈവസഭയോട് കർത്താവ് ചൂണ്ടിക്കാണിക്കുക. ജീവനുണ്ടോ? ഉണ്ട്. കൈയടിക്കുന്നുണ്ടോ? ഉണ്ട്. പാടുന്നുണ്ടോ? ഉണ്ട്. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ അകത്ത് യഥാർത്ഥമായ ഒരു ഉണർവ് ഇതുവരെയും പുറത്തോട്ട് വന്നിട്ടില്ല. സ്തോത്രം. ഇത് നമ്മോടുള്ള ദൂതാണ്. ദൈവാത്മ പറയും. നമ്മൾ എവിടെയാ പോകുന്നത്? പെന്തക്കോസ് ആരാധനയാണ്. പെന്തക്കോസിൻ്റെ യഥാർത്ഥമായ അനുഭവം ഉണ്ടോ? ഇല്ല. അതാണ് മരിച്ച അവസ്ഥ. സ്തോത്രം. പെന്തക്കോസ് അനുഭവം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലുണ്ടായ ആ ഉണർവ് നമ്മളിൽ ഇപ്പോഴും ഉണ്ടായിരിക്കണം. അത് കത്തിക്കൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ നമ്മൾ മരിച്ചതാ. സ്തോത്രം. അപ്പൊ ജീവനുണ്ടോന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ചത്തിട്ടൊന്നുമില്ല. പക്ഷേ മരിച്ച അനുഭവത്തിലൂടെയാണ് ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണോ? നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു സ്തോത്രമൊക്കെ ജീവനുണ്ടെന്ന് അറിയാൻ എന്ത് പറയണം? ഇടയ്ക്കൊരു സ്തോത്രം അല്ലേലിയൊക്കെ ഒന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് നമ്മളിലുള്ളൊരു വലിയ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഉണരണം. സഭയെ ഈ ദിവസങ്ങൾ ഉണരണം. നമ്മൾ പ്രാരംഭത്തിൽ ഒരു പാട്ട് അങ്ങനെ ആത്മാവിന്റെ പ്രേരണത്താൽ പാടുകയും ചെയ്തു. ഉണരുക. ഏതാ? സിയോനെ നീ ഉണരുക. ശാലേൻ രാജൻ വരാൻ പോകുകയാണെന്ന്. സിയോൻ ഏതാ? ദൈവസഭയാകുന്ന സിയോനോട് പറയാം, നമ്മൾ ഉണരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബലം ധരിക്കണം. കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീരണം. അതുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭ ഈ ദിവസങ്ങളിൽ മരിച്ച അനുഭവത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. നീ ഉണരണം, നീ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ദൈവസഭയ്ക്ക് ഒരു കുറവുണ്ട്. നീ മരിച്ചവനെന്ന് സമ്മതിച്ച് ഉണരുവാൻ നീ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവജനത്തോട് ഞാൻ ഒരു കാര്യം പറയാം. പാട്ട് പാടുമ്പോൾ ആത്മാവിൽ പാടണം കേട്ടോ. ആത്മാവിൽ പാടണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചത്തേ ചതങ്ങയെന്നൊന്നും പറഞ്ഞ് ആരാധിക്കരുത്. ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും അത് ഇടിവെട്ട് പോലെ കർത്താവിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ നമുക്കൊരു ജീവൻ ഉണ്ടായിരിക്കണം. മരിച്ച അവസ്ഥയിലേക്ക് ആയിത്തീരരുത്. ആമേൻ. ഉണർവിന്റെ കാറ്റ് നമ്മളിലേക്ക് കടന്നു വരുവാൻ കഴിയണം. സ്തോത്രം. ആ കുറ്റം ദൈവസഭയോട്, ഹാർവെസ്റ്റ് മിഷൻ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുവാനിടയായിത്തീരരുത്. ഈ ദിവസങ്ങൾ നമ്മൾ എല്ലാവരും ഉണർവുള്ളവരായിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ എങ്ങനെങ്കിലൊക്കെ ഒന്ന് വന്ന് ഇരിക്കാം എന്ന് പറയരുത് കേട്ടോ. പക്ഷേ ഇവിടം വരെ വന്നത് എനിക്ക് തന്നെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്നൊക്കെ എഴുന്നേൽക്കണം. കേബ്രാം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഓർക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നവര് എന്താ പറഞ്ഞേ? പിശാച് അടുത്തിരിക്കുന്ന അറിയണമെന്ന്. മിണ്ടാതിരുന്നാൽ അത് പിശാചാണെന്ന് തിരിച്ചറിയണമെന്ന്. ഒരു സ്തോത്രം പോലും പറയാതെ എൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ അത് പിശാചാണെന്ന് പറയണമെന്ന്. ഞാൻ പറഞ്ഞല്ല, കേബ്രാം പറഞ്ഞതാ. അപ്പം നമ്മൾ ആരും പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? സ്തോത്രം അല്ലേലിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ അടുത്ത് ആര് വന്നിരിക്കും? പിശാച് വന്നിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ അനിയൻ അനന്തു ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അവൻ അല്ലേലിയ പറയുന്നില്ലെങ്കിൽ ആരായിരിക്കും? അത് തന്നെയാണെന്നാ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് ഇടയ്ക്കൊരു സ്തോത്രം അല്ലേലിയൊക്കെ എന്ത് ചെയ്യണം? അങ്ങ് വിട്ടേക്കണം. മുടക്കുമല്ലോ ഉണ്ടോ? ആകില്ലേ? ഒരു മുടക്കുമില്ല നമുക്ക്. ഒന്ന് പറയുന്ന കുഴപ്പമല്ലേ ഉള്ളത്? സ്തോത്രം. അതുകൊണ്ട് അല്ലെങ്കിൽ ഉണർന്നിരിക്കണം. അപ്പൊ സഭയോട് പറയുന്ന കുറ്റം എന്താണ്? നീ
ഹല്ലേലൂയ. ജീവനുണ്ടെങ്കിലും നീ ആരാണ്? മരിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു മരണ അനുഭവത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരണമെന്ന് ദൈവാത്മാവ് നമ്മോടും കൂടി ഒരു ദൂതായി പറയുക. ഇനി രണ്ടാമത് കൊടുത്ത പ്രബോധനം സഭയ്ക്കുണ്ട്. എന്താണ് സഭയ്ക്ക് കൊടുത്ത പ്രബോധനം? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അത് 2-3 വാക്യങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ പ്രബോധനമുണ്ട്. നീ അതിൽ നിന്നും മടങ്ങി വരണം. എന്താണ് ആ പ്രബോധനം? വായിച്ചാട്ടെ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. കണ്ടോ, നീ ഉണരണം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അപ്പൊ നമ്മളില് കൃപാവരങ്ങൾ വല്ലതും മരിച്ച് കിടപ്പുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അന്യഭാഷ പറയുന്ന ആളാണെങ്കിൽ ഏത് ആരാധന കിട്ടിയാലും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ദർശനം കാണുന്ന ആളാണെങ്കിൽ അത് ചെയ്യണം. എനിക്ക് ഇന്ന കാലങ്ങളിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയാനല്ല. അങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പൊ അത് നമ്മളിൽ എന്ത് കിടക്കുക? ചത്ത് കിടക്കുക. ഇപ്പോൾ ചത്ത് കിടക്കുക. ഇവിടെ ദർശനം കാണുന്ന പലരും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ദർശനമില്ല, ആ വെളിപ്പാടില്ല, ആ കൃപയില്ല, ആ അന്യഭാഷയില്ല. അതൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് ദൈവസഭയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നീ ചാവാറായ നിന്റെ ശേഷിപ്പുകളെ നീ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു തീരുമാനമെടുക്കണം. അതേ കർത്താവേ, ഞാൻ പ്രവചിച്ചതാ, ഞാൻ ശുശ്രൂഷിച്ചതാ, ഹല്ലേലൂയ, ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളതാ. പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് നടക്കുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. പക്ഷെ നീ ആ ശേഷിപ്പുകളെ നീ ഒന്ന് ശക്തിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. നീ ഒന്ന് ഉണരണം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരണം. എനിക്ക് നിന്നിലൂടെ വലിയവ ചെയ്യുവാനുണ്ട്, വലിയ പ്രവൃത്തി ചെയ്യുവാനുണ്ട്. നീ മടങ്ങി വരണം. അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപാവരത്തിനൊന്നും പ്രായത്തിനൊരു വിഷയമേ അല്ല. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നും ജ്വലിപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാ. ആർക്കാ? നമ്മെ ഏൽപ്പിച്ചവന് തിരിച്ചു കൊടുക്കേണ്ടതാ. അതുകൊണ്ടാണ് ഒരുവൻ കടം മേടിച്ചുകൊണ്ട് പോയ കോടാലി കടം മേടിച്ചുകൊണ്ടാ പോയെ. ആ കോടാലി വെള്ളത്തിൽ ഊരിപ്പോയപ്പോൾ, ചേറിലേക്ക് പോയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ: എൻ്റെ കോടാലി പോയി, അത് നഷ്ടപ്പെട്ടു, ഇനി അതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല എന്നാണോ അവൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവൻ ഉച്ചരിച്ചൊരു വേടുണ്ട്. എന്താണെന്നറിയാമോ? അയ്യോ, എൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കടം മേടിച്ചതാണ്, എനിക്കിത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ കൃപ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഉടയവൻ വന്ന് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, എനിക്കത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് യജമാനനെ, എൻ്റെ കോടാലി വെള്ളത്തിൽ പോയി. അത് മടക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അത് മടക്കിയെടുക്കുവാൻ ഞാൻ കടന്നു വരികയാണ്. നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രവാചകനോട് താൻ വിളിച്ചു പറയുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യജമാനൻ ചോദിച്ചൊരു കാര്യം ഇങ്ങനെയാ: നിനക്ക് നഷ്ടപ്പെട്ടു പോയ കോടാലി എവിടെയാ പോയെന്ന് വല്ല നിശ്ചയം നിനക്കുണ്ടോ? അവൻ പറഞ്ഞു, ഇതാ ഇവിടെയാണ് പോയത്, ഈ ഭാഗത്താണ്. നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അവൻ കാണിച്ചു കൊടുത്തു. കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് അനുവാദത്തിലൂടെയാണ് നഷ്ടപ്പെട്ടു പോയെന്ന് ഒരു വാക്കിൽ കാണിച്ചു കൊടുക്കാൻ തയ്യാറായാൽ എടുത്തു തരുവാൻ യജമാനൻ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൂടെയുണ്ട്. ഹല്ലേലൂയ. വെറുതെ അല്ല കോടാലി നിന്റെ കരത്തിൽ ദൈവം തന്നത്. നിന്നെ കൊണ്ട് അത് വെട്ടാൻ കഴിയുമെന്ന് യജമാനൻ കണ്ടിട്ടാണ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് അത് ചെയ്യുവാൻ ഹല്ലേലൂയ കഴിയുമെന്ന് ദൈവം കണ്ടിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സെക്രട്ടറി കഴിവില്ലെന്നൊന്നും പറയണ്ട കേട്ടോ. കഴിവൊക്കെ ദൈവം തരുന്നതാ. ഹല്ലേലൂയ. കഴിവില്ലെന്ന് ആരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ മാറ്റി നിർത്തിയാലും ഹല്ലേലൂയ കഴിവുള്ളവന്റെ കയ്യിലെ ദൈവം ചില ആയുധങ്ങൾ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടത് കഴിയും, നിന്നെ കൊണ്ടത് കഴിയും, നിന്നെ കൊണ്ടത് കഴിയും എന്ന് ഉറപ്പാകുന്നത് കൊണ്ടാണ് ദൈവം ചില കൃപാവരങ്ങളെ നിന്റെ കരത്തിൽ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നഷ്ടപ്പെടുത്തരുത്. തരുന്നത് എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെട്ടു പോയാൽ കാണിച്ചു കൊടുക്കണം,
അത് ഈ രീതിയിൽ നഷ്ടപ്പെട്ടു. സ്തോത്രം. യജമാനൻ എനിക്ക് തിരിച്ചു തരണം. അവൻ കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കൊമ്പ് വെട്ടി എറിഞ്ഞു. സ്തോത്രം. പുതഞ്ഞു പോയ യോർദാന്റെ നദി എന്ന് പറഞ്ഞാൽ ചെറിയ നദിയൊന്നുമല്ല, അതെപ്പോഴും കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദിയാണ്. കലക്കവെള്ളം ധാരാളമായിട്ടുള്ളതാണ് യോർദാന്റെ നദി. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തേക്ക് ഒരു വസ്തു പോയാൽ അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ്. എവിടെ പോയി? അതിൻ്റെ സ്ഥലത്ത് പോയി. അവൻ കൊമ്പ് വെട്ടി എറിഞ്ഞു. ആ കോടാലി പൊങ്ങി വന്നപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ആ ഒരു പുതിയ പിടിയായിട്ടാണ് ആ കോടാലി രണ്ടാമത് അവന് തിരിച്ചു കൊടുത്തത്. ആദ്യത്തെ പിടി അവൻ വെട്ടി എല്ലാം തേഞ്ഞെങ്കിൽ പിന്നീട് രണ്ടാമത് തരുമ്പോൾ അതിന് മൂർച്ചയുള്ളതും ഒരു പുതിയ പിടിയിട്ടും അല്ലെങ്കിൽ നിനക്ക് ഉപയോഗിക്കാൻ പല പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ ആയിരിക്കും ദൈവം അത് മടക്കി തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കാം. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആ കൃപ തിരിച്ചേറ്റെടുത്തു, ആ ശക്തി ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിന്നെ കൊണ്ട് ദൈവം അത് ഉപയോഗിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഒരൊറ്റ വാക്കിന്റെ മുമ്പിൽ പിശാച് അലറിക്കൊണ്ട് ആ ദേശം വിട്ട പഞ്ചായത്ത് വിട്ടു പോയെങ്കിൽ ഇന്ന് നടക്കില്ലേ? നടക്കും. ഇന്നും നടക്കും. അന്ന് പ്രവർത്തിച്ച ദൈവം തന്നെയാണ് ഇന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നത്. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. വിശ്വസിക്കുവാൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന് കൊടുക്കുന്ന ഒരു പ്രബോധനം, സഭയെ ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപൂർവമാണ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപൂർവമാണ്. സഭയോട് പറയുക, നീ ചെയ്യുന്ന കാര്യം പൂർണ്ണതയുള്ളതായിരിക്കണം. ആമേൻ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. എന്താ പ്രബോധനം? മാനസാന്തരപ്പെടണം. ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് പറയുക, മാനസാന്തരപ്പെടണം. എവിടേക്കോ മാനസാന്തരപ്പെടാനുണ്ട്, എവിടേക്കോ ഇനി ശരിയാകാനുണ്ട്, എവിടേക്കോ ഇനി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുണ്ട്. ആമേൻ. നമുക്ക് തന്നെ നമ്മോട് ചോദിക്കാം, കർത്താവേ, എവിടെയാണ് എന്നെ കഴുകേണ്ടത്? എവിടെയാണ് എന്നെ നീതീകരിക്കേണ്ടത്? എവിടെയാണ് ഞാൻ ഇനി ശരിയായി തീരേണ്ടത്? കർത്താവ് എന്നെ പഠിപ്പിക്കണമേ, എന്നെ അതറിയിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ദൈവം നിന്നെ അത് മനസ്സിലാക്കി ശുദ്ധീകരിച്ച് അല്ലെലിയ ശുദ്ധിമാനാക്കി, ശുദ്ധിയുള്ളവനാക്കി, നീതീകരിക്കപ്പെട്ടവനാക്കി ദൈവം മാറ്റുമെന്നുള്ളൊരു അല്ലെങ്കിൽ ആലോചനയാണ് ഈ സഭയ്ക്ക് കൊടുക്കുന്ന ദൂത്. അത് എന്നോടും കൂടിയാണ്. തൽക്കാലം വിശ്വസിക്കുവാൻ കഴിയട്ടെ. എന്താ സഭയ്ക്ക് കൊടുക്കുക പ്രബോധനം? നീ മാനസാന്തരപ്പെടണം, നീ ശക്തിപ്പെടണം, ചാവാറായ ശേഷിപ്പുകളെ നീ ബലപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം, അവനൊരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തു. എന്താ മുന്നറിയിപ്പ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ വീണ്ടും ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും നിന്നോട് പറയാനില്ല. സ്തോത്രം. ഇപ്പോഴും അതേ സ്വഭാവത്തിൽ പോകുകയാണെങ്കിൽ ആമേൻ, കൂടുതലൊന്നും പറയാനില്ല. ഞാനൊരു ദിവസം സഭയെ ചേർക്കാൻ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അറിയ പോലും ഏത് ആഴിക വരുമെന്ന് നീ അറിയത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിയുന്നവരുണ്ട് കേട്ടോ, കാത്തിരിക്കുന്നവരുണ്ട്, അവരറിയും. പക്ഷെ നീ അറിയത്തില്ല. കാരണം ഈ മുന്നറിയിപ്പിനെ നീ അവഗണിച്ചാൽ, നീ ഉണരാതിരുന്നാൽ, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ, നഷ്ടപ്പെട്ട കൃപകളെ തിരിച്ചെടുക്കാതിരുന്നാൽ, ഞാനൊരു ദിവസം വരും, നീ അറിയാത്ത രീതിയിലായിരിക്കും ഞാൻ വന്നേച്ചു പോകുന്നത്. ഇന്ന് തൽക്കാലം ദൈവസഭയെ ദൈവം തന്നിരിക്കുന്ന ആമേൻ കൃപകളെ നമുക്ക് ജ്വലിപ്പിക്കുവാൻ കഴിയട്ടെ. ആമേൻ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു ചരിത്രം യേശു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഉപമ പറഞ്ഞത്? ആമേൻ. സ്തോത്രം. 10 കന്യകമാരുണ്ടായിരുന്നു. 5 പേരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു. 5 പേർ വിളക്കിനകത്ത് വിളക്കെടുത്തു, പക്ഷേ എന്ത് ചെയ്തില്ല? എണ്ണ ഒഴിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ മണവാളൻ്റെ ആർപ്പുവിളി ഉണ്ടായപ്പോൾ വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചവർ വിളക്ക് കത്തിച്ചു, മണവാളിനോട് കൂടെ എടുക്കപ്പെട്ടു. 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവരൊരേ പരുവത്തിൽ പോകുന്നവരാ. ആമേൻ. അവർക്ക് വചനം കേട്ടാലൊന്നും ഒരു വലിയ മാറ്റമില്ല, രൂപാന്തരമില്ലാത്തവരാ. ആമേൻ. സ്തോത്രം. അവർ പറയുന്നത് സമയമാകുമ്പോൾ ഒഴിക്കാം എന്ന് പറഞ്ഞവർ കാത്തിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചവരൊന്നും കാര്യം നടന്നില്ല. മണവാളൻ അർദ്ധരാത്രി വന്നു. ആമേൻ. ആവശ്യമുള്ളവരെയും കൊണ്ട് അങ്ങ് പോയി. ഇവര് മണവാളൻ വരുന്നുള്ള ശബ്ദം കേട്ടു.
വേഗത്തിൽ വിളക്ക് കത്തിക്കാൻ നോക്കിയിട്ട് വിളക്ക് കത്തുന്നില്ല. വിളക്ക് കരിന്തിരി കത്തുക, വിളക്ക് കത്തുന്നില്ല. കാരണം എന്താ? അതിനകത്ത് എണ്ണയില്ല. എണ്ണ കിട്ടാതെ വന്നപ്പോൾ അവര് വിൽക്കുന്നവരുടെ അടുത്ത് എന്നിട്ട് അവർ അടുത്ത ആൾക്കാരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടി എണ്ണ തരണമേ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശമില്ല, ഞങ്ങൾക്കുള്ള എണ്ണ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് എന്ന് എണ്ണ വാങ്ങിച്ചു. ഇത് വിൽക്കുന്നവൻ്റെ അടുത്ത് എന്ന് വാങ്ങിക്കേണ്ടതല്ല ഈ എണ്ണ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ എണ്ണ ഒത്തിരി വിൽക്കുന്നവരുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവിനെ വിൽക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വാങ്ങിച്ചവരല്ല. ഇത് കർത്താവിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് കാശ് കൊടുത്താൽ വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഒരുവൻ ഈ കൃപ എനിക്കൂടെ കിട്ടണമെന്ന് പറഞ്ഞ് ദ്രവ്യം കൊണ്ട് ചെന്നില്ലേ? ആരാ അവൻ്റെ പേര്? സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചതാ. ദ്രവ്യം, അല്ലേ? ദ്രവ്യം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കാൻ ചെന്ന ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് എല്ലാവരും കൂടി അവനെ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ദ്രവ്യം അവനോട് കൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു. അപ്പോൾ മുന്നറിയിപ്പ് ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴിക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം. ദൈവസഭയോടുള്ള മുന്നറിയിപ്പ്. അടുത്തൊരു കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവസഭയ്ക്ക് കൊടുക്കുന്ന അടുത്ത പ്രബോധനമുണ്ട്, അടുത്ത ഭാഗം അല്ലെ അനുമോദനമുണ്ട്. എന്താണ് അനുമോദനം? 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സാർദീസിൽ. ഈ ഉടുപ്പ് എന്തിനെ കാണിക്കുക? എന്തിനെ കാണിക്കുന്നു? വിശുദ്ധിയെ കാണിക്കുക, വിശുദ്ധ ജീവിതത്തെ. ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടും ഇവരുടെ ഉടുപ്പിനകത്തൊരു ചെറിയ കറ പോലും ഇല്ലെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ശേഷിപ്പ്. സ്തോത്രം. ഒരു ശേഷിപ്പ് എവിടെയുണ്ട്? സർദീസ് സഭയിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉടുപ്പ് മലിനമാകാത്തവർ, വിശുദ്ധ ജീവിതം നയിച്ചവർ, ആമേൻ, കുറെ പേർ ഇവരെയുണ്ട്, സർദീസ് സഭയ്ക്കകത്തുണ്ട്. അവരെ കർത്താവ് അനുമോദിക്കുക, അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. 6 വർഷ ദൈവസഭയെ നമ്മളോടും കർത്താവ് ചോദിക്കുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത എത്ര പേരുണ്ട്? രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, സ്നാനപ്പെട്ട ദിവസം മുതൽ കർത്താവ് ചോദിക്കുന്നു, ഉടുപ്പ് മലിനമാകാത്ത എത്ര പേര് ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ നിന്നും ഒരു ശേഷിപ്പുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ സഭയിൽ നിന്നും എന്തുണ്ട്? അതുകൊണ്ട് നാം എല്ലാവരും ആ ശേഷിപ്പിനകത്ത് പെട്ടവരായിരിക്കണം. മനസ്സിലായോ? നമ്മൾ പള്ളിയിൽ പോയി സമയം കളയുന്നതിലല്ല കാര്യം. കർത്താവ് നോക്കും, കൈയടിക്കുന്നുണ്ടോ, പാട്ട് പാടുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കും. നമ്മൾ നോക്കുമ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന് അച്ഛനുണ്ട്, ഇന്ന് അമ്മാമ്മയുണ്ട്, അല്ലേ, ഇന്ന് ചേച്ചിയുണ്ട്, സിസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ആരാധനയ്ക്കുണ്ട്. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ഈ ഉടുപ്പ് മലിനമാകാത്ത എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് ഇത് നോക്കും. അതാ കർത്താവ് നോക്കുന്നത്. സ്തോത്രം. നിസാര കാര്യങ്ങൾ കൊണ്ട്, നിസാര പാപപ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ഉടുപ്പ് മലിനമായി പോകരുത്. ഇന്ന് നമ്മളോട് ചെന്ന് ചോദിക്കണം, ഞാൻ സ്നാനപ്പെട്ടിട്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് ഞാൻ പറയാം, കർത്താവ് വന്നാൽ പോകത്തില്ല, 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 പോകത്തില്ല. അതിനൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു ശേഷിപ്പ് കർത്താവ് ദൈവസഭയിൽ നിന്ന് ആഗ്രഹിക്കുക. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. അഭിനന്ദിക്കുക കർത്താവ്. ഇന്ന് പകൽക്കാലം നാമും അവരുടെ കൂട്ടത്തിൽ ആകുവാൻ ഇടയായിത്തീരട്ടെ. കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങൾ വളരെ ഭക്തിയോടെ ജീവിക്കേണ്ടവരാണ്, വളരെ മാതൃകപരമായി ജീവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത ആൾക്കാർ. അവസാനം ദൈവസഭയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. 3-ാം അധ്യായം അതിന്റെ 5-ന്റെ പകുതി മുതൽ വായിച്ചാട്ടെ. അവർ യോഗ്യന്മാരാകിയാൽ. അവർ ആരെ? ഈ കണ്ട ശേഷിപ്പ്, അല്ലേ? ഉടുപ്പ് മലിനമാകാത്ത ആൾക്കാർ യോഗ്യന്മാരാണ്.
കർത്താവ് നോക്കുമ്പോൾ ആ സഭയ്ക്കകത്ത് യോഗ്യന്മാരാ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട്. എന്ത് ധരിക്കും? വെള്ള ധരിച്ചുകൊണ്ട്. നമ്മൾ ഇവിടെയാണ് കറുപ്പും പച്ചയും നീലയും ചുവപ്പും അല്ലേ, വെള്ളയും മഞ്ഞയും മഞ്ഞളിച്ചതൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഈ സഭയിലാ. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴോ എല്ലാവർക്കും വെള്ളയുടുപ്പാ. നമ്മൾ പറയല്ലേ, ഓ ഈ ഡ്രസ്സിലൊന്നും വല്ല കാര്യമൊന്നുമില്ലെന്നേ. പണ്ടത്തെ അപ്പച്ചന്മാരാണ് ഇപ്പോഴും സമ്മതിക്കുകയില്ല. അവർ വെള്ളയും മാത്രമേ ഇടുകയുള്ളായിരുന്നു. കാരണം അതുപോലുള്ള പരിശുദ്ധി അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. പണ്ടത്തെ പിതാക്കന്മാരെ പെന്തക്കോസുകാരാന്ന് പറയുന്നത് കൊണ്ട്, പെന്തക്കോസുകാരായതുകൊണ്ട് അവർ വെള്ള മാത്രം ഇട്ട് കളർ വസ്ത്രം ഇടാൻ കൊതിയില്ലായിട്ടല്ല, കളർ വസ്ത്രമൊക്കെ അവർ മാറ്റി വെച്ചിട്ട് ആഭരണങ്ങളൊക്കെ മാറ്റിയിട്ട് അവർ ദൈവത്തിന് വേണ്ടി നിന്നു. ഒരൊറ്റ കല്യാണത്തിന് അവരെ വിളിക്കുകയില്ല. നീ പെന്തക്കോസുകാരിയല്ലേടി, പെന്തക്കോസുകാരനല്ലേ, മാറി നിൽക്ക്, മാറ്റി നിർത്തി. അവരൊക്കെ ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. പട്ടിണി കൊണ്ടും ഒക്കെ ആണ് പെന്തക്കോസ് പ്രസ്ഥാനത്തെ അവർ നിലനിർത്തിയത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി അവർ അടികൊണ്ടവരുണ്ട്, പ്രയാസപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. കുക്ക് സാഹിബിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, കുക്ക് സാഹിബ് എന്ന് പറഞ്ഞൊരു സാഹിബ് മിഷണറി കേരളത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോടു കൂടിയാണ് വീണ്ടും ഈ ആദിമ സഭയ്ക്കൊത്ത് പച്ച പിടിച്ചത്. 100-ൽ പരം വർഷങ്ങളൊന്നും ആയിട്ടില്ല ആ പെന്തക്കോസ് സമൂഹം ഇന്ന് കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഉടലെടുത്തിട്ട്. കാരണം ഇത് ആദ്യമേ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കിട്ടിയ മെത്രാമാരും പോപ്പുമാരൊക്കെ അവരുടെ ഇഷ്ടമനുസരിച്ച് സഭയെ വളച്ചൊടിച്ച് കൊണ്ടുപോയത് കൊണ്ട് ആ അന്നത്തെ ആദ്യകാലം ഉണ്ടായിരുന്ന വിശുദ്ധി മുഴുവനും നഷ്ടപ്പെട്ടു പോയി. പിന്നെ കുക്ക് സാഹിബിൻ്റെ കാലങ്ങൾ വന്നപ്പോൾ ഇത് നമ്മുടെയൊക്കെ മൂന്നാമത്തെ തലമുറയ്ക്ക് മുമ്പുണ്ട് ആ തലമുറകൾ ഇതിനെ ഏറ്റെടുത്തു. എൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ അതൊക്കെ ഏറ്റെടുത്തു. സ്തോത്രം. അവരൊക്കെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങി. അവരൊക്കെ അടികൾ കൊണ്ട് ആമേൻ ഉപേക്ഷിക്കപ്പെട്ടവരായി, നിന്ദിക്കപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി തീർന്നു. എന്നിട്ട് അവർ ആ സത്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. സ്തോത്രം. അത് പിന്നെയും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം അവരിലൂടെ ഒരു വലിയ ഭാഗ്യം കൊടുത്തു. അത് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. സ്തോത്രം. വെള്ള ധരിച്ചുകൊണ്ട്. നമുക്കൊരു നിയമമില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത്, നമുക്ക് പെന്തക്കോസ് ആരാധനയിലൊക്കെ വരുമ്പോൾ ഒരു വെള്ള ധരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഒരു നിയമമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇനിയും അങ്ങോട്ട് പോയാൽ നമുക്ക് തരാൻ പോകുന്നത് വെള്ളയുടുപ്പ് തന്നെയാണ്. കാരണം അവിടെ കളർ വ്യത്യാസമില്ല. ഒരു കളർ ഉടുപ്പ് കർത്താവ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം വെണ്മയുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. വെണ്മ വസ്ത്രം ധരിച്ചു എത്ര വിശുദ്ധർ സംഗമതിൽ, അല്ലേ? അപ്പോൾ വെള്ളവസ്ത്രം അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരുവത്താഴത്തിന് മാത്രം അത് ഉപയോഗിക്കാതെ ഈ ഇടയ്ക്ക് നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്ത് നിയമമൊന്നുമില്ല കേട്ടോ, ഞാനത് പറയുക. പക്ഷെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു അനുഗ്രഹമാണ്. TPM-കാരെ നോക്കിക്കേ, അവരെത്ര കാശുകാരാണെങ്കിലും. TPM-കാരെ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവർ കളർ ഷർട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത്. വെള്ളേടുള്ളവർ അതൊക്കെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ ഒരു ഡ്രസ് കോഡാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധിയുടെ, അത് പുറത്ത് മാത്രം കാണിച്ചാൽ പോരാ, അകത്ത് വരണം. അകത്ത് വന്നെങ്കിൽ ഇത് പുറത്തോട്ട് വരത്തുള്ളൂ. അങ്ങനെയുണ്ട്. അകത്ത് അങ്ങനെ ഒരു വാക്കിയില്ലേ, നിറഞ്ഞു കഴിയുന്നതല്ലോ വായി സംസാരം. അപ്പോൾ അകത്ത് നിറയണം. അകത്ത് നിറയാതെ ഈ വെള്ളയിട്ട് ഈ ജുബ്ബയൊക്കെ ഇട്ടിട്ടൊന്നും വല്ല കാര്യമൊന്നുമില്ല അതിനകത്ത്. അകത്തൊരു മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പോകണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. ആരും പറയാതെ തന്നെ നമ്മൾ സ്വയമായിട്ട് അതങ്ങ് ചെയ്യും. സ്തോത്രം. അപ്പോൾ അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നതിന് ഞാൻ എന്തു കൊടുക്കും? വെള്ളയുടുപ്പ് ധരിക്കും. അപ്പം കർത്താവ് തയ്പ്പിച്ച് വെച്ചിരിക്കുക അവിടെ നമുക്ക് വെള്ളയുടുപ്പ് തരാൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വെള്ളയുടുപ്പ് നമുക്ക് തരും. അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാതെ. അപ്പൊ പുസ്തകത്തിൽ എഴുതുന്ന പേര് മായ്ക്കാൻ അർഹതയുണ്ടോ അപ്പച്ച? ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയെന്നോർത്ത് കർത്താവ് സ്നാനപ്പെടുമ്പോൾ തന്നെ
നമ്മുടെ പേര് എഴുതി വെക്കും. ദാസനപ്പച്ചൻ 67 വയസ്സ് എന്നങ്ങ് എഴുതി വെച്ചേക്കും അല്ലേ? ആരെഴുതും? നമ്മുടെ അപ്പച്ചൻ എഴുതും. പിന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു കർത്താവിന് നിരക്കാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ കർത്താവ് അടുത്തോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ എഴുതിയ പേര് സ്തോത്രം. അതുകൊണ്ടാണ് മോശ ഒരിക്കൽ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ പുസ്തകത്തിൽ എഴുതിയ എൻ്റെ പേര് മായ്ച്ചേരെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്നാൽ നമ്മുടെ രക്ഷ എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. പഠിപ്പിക്കുന്ന ആരാന്നറിയോ? ബാപ്റ്റിസ്റ്റ് ചർച്ചുകാർ, കാൽവിൻ തിയോളജിക്കാർ. അവർ പറയും രക്ഷ നഷ്ടപ്പെടത്തില്ല. നമ്മൾ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ അത് മരണം വരെ, അങ്ങനെ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്ന വരെ ആ രക്ഷ നിന്നോളൂ എന്നുള്ള. ഒരിക്കലുമല്ല. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. അപ്പൊ അതിന്റെ അർത്ഥം രക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാ. ഭക്തനായ ദാവീദ് പോലും അത് പ്രാർത്ഥിച്ചു. അപ്പം സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം രക്ഷ നിലനിൽക്കത്തില്ല. തിരുവത്താഴം എടുത്തതുകൊണ്ട് മാത്രം രക്ഷ നിലനിൽക്കത്തില്ല. പള്ളി പോയത് കൊണ്ട് മാത്രം രക്ഷ നിലനിൽക്കത്തില്ല. വെള്ളയും ഇട്ടത് കൊണ്ട് മാത്രം രക്ഷ നിലനിൽക്കത്തില്ല. രക്ഷ ഏത് സമയത്തും നഷ്ടപ്പെടാം. പക്ഷെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുള്ളതാണ്. സ്തോത്രം. അപ്പൊ കർത്താവ് പറയുകയാണ്, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നിൽക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയും. കണ്ടോ, നമ്മുടെ പേര് ഏറ്റു പറയുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, അനന്തു സ്തോത്രം എന്ന് വിളിക്കപ്പെടും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അനന്തു എന്നല്ല വിളിക്കുന്നത്, കർത്താവിനൊരു ഓമനപ്പേരുണ്ട് നമ്മളെ വിളിക്കാൻ. സ്തോത്രം. നമുക്കിട്ടിരിക്കുന്ന പേര് വചനം പറഞ്ഞിട്ടില്ലേ, അവൻ എന്നെ ഓമന പേര് ചൊല്ലി, ഓമനെന്ന് വിളിക്കുമെന്നല്ല, ഓമന പേര് ചൊല്ലി വിളിക്കുമെന്ന. സ്തോത്രം അല്ലേ? അപ്പം നമുക്കൊരു പേര് നമ്മുടെ കർത്താവ്, പക്ഷെ നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ഭൂമിയിൽ നമ്മെ തിരിച്ചറിയാൻ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമുക്കൊരു പേരിട്ടിട്ടുണ്ട്. അതിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പൻ നമുക്കൊരു ഓമന പേര് തരും. അത് വിളിക്കുമ്പോൾ നമുക്കത് അറിയാം, എന്നെയാ വിളിക്കുന്നെന്ന്. സ്തോത്രം. അപ്പോൾ വചനം പറയുന്നു, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആരാണെന്ന് നമ്മുടെ പേരിലൂടെ കർത്താവ് വെളിപ്പെടുത്തും. ആത്മാവ് സഭകളോട് പറയുന്നു, എന്താ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ എൻ്റെ വാക്കിവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഇന്ന് വൽക്കാലം തിരിച്ചറിയേണ്ട കാലഘട്ടങ്ങളിലേക്ക് ദൈവസഭയെ നമ്മെ ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ മാർട്ടിൻ ലൂഥറിനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ കാലഘട്ടങ്ങളിലെ ഒരു മാർട്ടിൻ ലൂഥറാക്കി ദൈവം എന്നെ എഴുന്നേൽപ്പിക്കണം. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയ്ക്കകത്ത് വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ കർത്താവേ ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ ആചാരങ്ങളെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. ഒരു നവീകരണത്തിൻ്റെ വ്യക്തവാക്കി ദൈവം നമ്മെ തീർക്കാൻ പോകുക. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തിരുവചനം ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ, തിരുവചനം ഉള്ളതുപോലെ ഹല്ലേലൂയ അവൻ പ്രസംഗിക്കുവാൻ, അവൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ, അനുസരിക്കുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് ദൈവ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിന്ന് പൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകലത്തിന്റെ മേലും ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ സഭാചരിത്രം ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വന്നുപോയ ശോചനീയ അവസ്ഥകളെ ഞങ്ങൾ പഠിച്ചു കർത്താവേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ നെഗറ്റീവുകളെ ഞങ്ങൾ പഠിച്ചു കർത്താവേ. അവരുടെ ജീവിതത്തിൽ വന്ന പോസിറ്റീവുകളെ ഞങ്ങൾ പഠിച്ചു കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങൾ എല്ലാം ശോധന ചെയ്ത് നല്ലത്
അതിനെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ, ഞങ്ങൾക്ക് പരിജ്ഞാനം നൽകണമേ, ഞങ്ങളെ ദൈവകൃപയിൽ നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദിത്യ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനായി ദൈവമേ ഞങ്ങളെ ഉപയോഗിക്കണമേ, അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവമേ, നീ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കണമേ. അല്ലെങ്കിൽ ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ. ഇന്ന് പൽക്കാലം കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് പണിയുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ കർത്താവേ.